പിറ്റേ ദിവസം അന്ന് രാത്രിയാണ് നബി തങ്ങൾ വീട്ടിൽ നിന്ന് പോയത്. പിറ്റേ ദിവസം ആളുകളൊക്കെ ഹബീബ് ഉണരുന്നതും വീട്ടിൽ നിന്ന് പുറത്തു വരുന്നതും കാത്തിരുന്നു. പക്ഷേ ഹബീബിനെ കാണാനില്ല. ഡോർ തുറക്കാൻ അവർ തയ്യാറായില്ല. ഡോർ മുട്ടി നോക്കി വാതിൽ തുറന്നപ്പോൾ അവിടെയുള്ളത് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് അബൂജഹലിനോട് ആളുകൾ ചോദിച്ചത്, അല്ല അബൂജഹലെ, എന്ത് വിഡ്ഢിത്തരമാണ് നീ ചെയ്തത്? എന്ത് വിഡ്ഢിത്തരമാണ് നീ ചെയ്തത്? എന്തിനാണ് ഈ പണി ചെയ്തത്? നിന്റെ കൈകളിൽ മുഹമ്മദിന്റെ തലയും മുഹമ്മദും ഉണ്ടായിട്ട് എന്തേ നീ വധിക്കാത്തത്? നിനക്ക് മുഹമ്മദിന്റെ വാതിൽ അകത്തേക്ക് ബലാത്കാരമായി വാതിൽ കുത്തി തുറന്ന് അകത്തേക്ക് പോയി മുഹമ്മദിനെ വധിക്കാമായിരുന്നില്ലേ എന്ന് അബൂജഹലിനോട് ചോദിച്ചപ്പോൾ അബൂജഹൽ പറഞ്ഞ മറുപടി, ഞാൻ അങ്ങനെ ചെയ്യൂല, ഇത് അറബികളുടെ സംസ്കാരമല്ല. എന്നിട്ട് വേണം നാളെ ആളുകൾ സമ്മതമില്ലാതെ ഈ അബൂജഹല് ഒരാളുടെ വീട്ടിലേക്ക് കയറി എന്ന് പറയാൻ സമ്മതമില്ലാതെ ബലാത്കാരമായി മറ്റു ദുത്തന്റെ വീട്ടിലേക്ക് അബൂജഹൽ കയറി എന്ന് പറഞ്ഞിട്ട് അറബികൾ എന്നെ ആക്ഷേപിക്കണം. അതിനു വേണ്ടിയിട്ടല്ലേ നിങ്ങൾ പറയുന്നത്? അതൊരാളുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല. സമ്മതമില്ലാതെ വീട്ടിലേക്ക് കടക്കുന്നത്, ബലാത്കാരമായി വീട്ടിലേക്ക് കടക്കുന്നത് ഒരാളുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല എന്ന് അബൂജഹല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന കാസർഗോട്ടുകാരാ, എന്റെ പ്രിയമുള്ള സ്നേഹിതന്മാരെ, സമ്മതമില്ലാത്ത ഒരു വീട്ടിലേക്കും കയറി പോവരുത്. അതുപോലെ ഒളിഞ്ഞു നോക്കരുത്. കല്യാണം വിളിക്കാൻ പോയി കോളിംഗ് ബെല്ലടിച്ചു ഡോർ തുറക്കുന്നില്ല. ജനൽപാളിയിലൂടെ എത്തി നോക്കാൻ അള്ളാഹുവിന്റെ ഹബീബ് സമ്മതം തന്നിട്ടില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ വീട്ടിലേക്ക് എത്തി നോക്കുന്ന ഒരു സ്വഹാബിയെ കണ്ടപ്പോൾ നബി തങ്ങൾ ഒരു വടിയെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുമായിരുന്നു. നീ എന്റെ ഈ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന രംഗം ഞാൻ നേരത്തെ കണ്ടിരുന്നുവെങ്കിൽ നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കുമായിരുന്നു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് മറ്റൊരാളുടെ രഹസ്യങ്ങൾ ചോർത്താൻ നിൽക്കരുത്. മറ്റൊരാളുടെ രഹസ്യം നമ്മൾ പഠിക്കാൻ നിൽക്കരുത്. അതിന്റെ പിന്നിൽ ചികഞ്ഞന്വേഷിച്ചു പോവരുത്. മറ്റൊരാളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അവനെ സഹായിക്കുക എന്നല്ലാതെ ഒരാളുടെ ന്യൂനതകൾ കണ്ടുപിടിച്ച് ലോകത്തേക്ക് പറഞ്ഞേക്കാൻ നിൽക്കല്ല. അള്ളാഹു നമ്മൾക്ക് ബോധം നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ബലാത്കാരമായി വല്ലാത്ത ശക്തമായ ശബ്ദത്തോടു കൂടി ഡോർ മുട്ടുകയാണ്, വാതിൽ മുട്ടുകയാണ്. സഈദ് റളിയല്ലാഹു അൻഹു വാതിൽ തുറന്നു നോക്കി. ആരാണ്? നോക്കുമ്പോൾ ഹജ്ജാജിന്റെ പട്ടാളക്കാരാണ്. ഫലമ്മാ റഅ വുജൂഹഹും, ഹജ്ജാജിന്റെ പട്ടാളക്കാരുടെ മുഖം കണ്ടപ്പോഴേക്കും മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. ഞാൻ പറയട്ടെ എന്റെ പ്രിയമുള്ള നാട്ടുകാരാ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പറയേണ്ട ദിക്റാണിത്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. എന്ത് പ്രയാസം വന്നാലും, എന്ത് ബുദ്ധിമുട്ട് വന്നാലും, ഏത് വിഷയത്തിലേക്ക് നിങ്ങൾ ഇറങ്ങുകയാണെങ്കിലും അല്ലാഹുവിനെ ബരമേൽപ്പിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങേണ്ടത്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. അല്ലാഹുവിന്റെ ഹബീബിനെയും സ്വഹാബാക്കളെയും ആക്രമിക്കാൻ വേണ്ടി അഹ്സാബ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ജാഊകും മിൻ ഫൗഖികും, മുകളിലൂടെ പട്ടാളക്കാർ ഹബീബിനെയും സ്വഹാബാക്കളെയും വധിക്കാൻ വരികയാണ്. വമിൻ അസ്ഫല മിൻകും, അല്ലാഹുവിന്റെ ഹബീബിന്റെ പിന്നിലൂടെ, നബി തങ്ങളെ മുന്നിലൂടെയും പിന്നിലൂടെയും ആക്രമിക്കാൻ വേണ്ടി വലിയൊരു പട്ടാളക്കാർ, വലിയൊരു സൈന്യം മദീനയിലേക്ക് കടന്നു വരികയാണ്. വഇസ്സാഗത്തിൽ അബ്സാർ വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ വതളുന്നൂന ബില്ലാഹി ളുനൂന. സ്വഹാബാക്കളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയാസം അനുഭവിച്ചത് അഹ്സാബ് യുദ്ധം നടക്കുമ്പോഴാണ്. അവിടെ നോക്കിയാൽ പട്ടാളക്കാര്, മുന്നിലും പട്ടാളക്കാര്, പിന്നിലും പട്ടാളക്കാര്, വലതുഭാഗത്തും ഇടതുഭാഗത്തും പട്ടാളക്കാര്. ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പോലും അനുവദിക്കാതെ ശത്രുക്കൾ അല്ലാഹുവിന്റെ ഹബീബിനെയും സ്വഹാബാക്കളെയും ഉപരോധിക്കുകയാണ്. ശത്രുക്കൾ എല്ലാവരും വലിയ സൈന്യമായിട്ട് പല ഭാഗങ്ങളിൽ നിന്ന്, പല നാട്ടുകാര്, പല രാജ്യക്കാര്, മദീനയിലുള്ള ജൂതന്മാര് വരെ അല്ലാഹുവിന്റെ ഹബീബിനെ ആക്രമിക്കാൻ വേണ്ടി ഹബീബിനെതിരെ തിരിഞ്ഞപ്പോ സ്വഹാബാക്കൾ പേടിക്കാൻ തുടങ്ങി.
അല്ലാഹുവിനെ കുറിച്ച് പോലും അവർക്ക് സംശയമുണ്ടായ സമയമാണത്. അല്ലാഹുവിനെ കുറിച്ച് വരെ സംശയമുണ്ടായിരുന്ന സമയമായിരുന്നു അത്. അല്ലാഹു പറയാണ് മുഅ്മിനീങ്ങളുടെ ജീവിതത്തിൽ അവരനുഭവിച്ച ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു അഹ്സാബ് യുദ്ധം എന്ന് പറയുന്നത്. അവരുടെ കാലുകൾ വിറക്കുകയുണ്ടായി, അവിടെ പ്രകമ്പനം കൊള്ളുകയുണ്ടായി. അവരാകെ പേടിച്ച് വിറച്ചു പോയിട്ടുണ്ട്. അപ്പോഴാണ് കൂനുമേൽ കുരു എന്ന് പറയുന്നത് പോലെ, എരിതിയിൽ എണ്ണയൊഴിക്കുക എന്ന് പറയുന്നത് പോലെ മുനാഫിഖീങ്ങൾ വന്നിട്ട് പറയുന്നത് മാ വഅദനല്ലാഹു വറസൂലുഹു ഇല്ലാ ഗുറൂറാ. എന്ത് റബ്ബാണ് നിങ്ങളുടെ റബ്ബ്, എന്ത് റസൂലാണ് നിങ്ങളുടെ റസൂല്. വിജയമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗത്തേക്ക് പോലും തിരിച്ചു പോവാനോ രക്ഷപ്പെടാനോ പോലും പറ്റാതെ നാല് ഭാഗത്തു നിന്നും പട്ടാളക്കാര് വളഞ്ഞു നിൽക്കുകയാണല്ലോ. അള്ളാഹു ഞങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ്, റസൂല് ഞങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ്. ഈ സമയത്തിന് അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബാക്കളും ഏക സ്വരത്തിൽ പറഞ്ഞ ദിക്റാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അല്ലാഹുവേ, ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്, ഞങ്ങളുടെ കാര്യം നിന്നെ ഏൽപ്പിക്കുകയാണല്ലോ. ഇത് പറഞ്ഞാൽ അവന്റെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുക്കുമെന്നതിൽ സംശയമില്ല. ജീവിതത്തിൽ പ്രയാസം വന്നാൽ പിന്നെ ആകെ വള്ളി കമ്മിറ്റി, നാട്ടുകാര്, ചങ്ങാതിമാരെ കുറിച്ചല്ല ആലോചിക്കേണ്ടത്. ഉടനെ പറയും ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, അല്ലാഹുവേ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. ചങ്ങാതിമാര് വരുന്നതിന് മുമ്പ് പടച്ചോൻ വരും നമ്മുടെ മുന്നിലേക്ക്. ഉറപ്പക്കാരോട് പറയാൻ വണ്ടിയിൽ കയറുമ്പോ പറയും ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. മോണിറ്റർ ഒന്ന് തുറക്കണേ, 2 മോണിറ്റർ ഒന്ന് തുറക്ക്. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ചെല്ലേണ്ട ദിക്റാണിത്. നമ്മെ സഹായിക്കാൻ നമ്മൾ അറിയാതെ അല്ലാഹു പല ആളുകളെയും പറഞ്ഞേക്കും. അതിൽ യാതൊരു സംശയമില്ല, ഒരു ഡൗട്ടും ഇല്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഈ ഒരു ദിക്ർ പറഞ്ഞു നോക്കിയേ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ പറഞ്ഞാ പോരാ, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്ന് 100% വിശ്വാസം ഉണ്ടെങ്കിൽ പടച്ചോൻ സഹായിക്കും. ഇത് പറഞ്ഞിട്ട് ഒരു പേടി. ഉദാഹരണത്തിന് ഞാനൊരു ദിവസം തൃക്കരിപ്പൂർ ഭാഗത്തൊരു വാലിന് പോയി. ഒന്ന് BJP-ക്കാര് അവിടെ വഴി തടയുന്ന ഒരു സമയമാണ്, രാത്രി. അപ്പോൾ വാല് കഴിഞ്ഞിട്ട് സംഘാടകർ പറഞ്ഞു, ഉസ്താദ് ഞങ്ങൾ കൂടെ വരാം, ഏകദേശം ആ മാവുങ്കര് വരെ ഞങ്ങൾ കൂടെ വരാം, 2-3 വണ്ടി കൂടെ വരെ ധൈര്യത്തിന്. ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ കയറി. എന്നാലും മനസ്സിലൊരു പേടി. അപ്പോൾ ഞാൻ കൂടെയുള്ള ആളോട് പറഞ്ഞു, ഇങ്ങനെ പേടിച്ചിട്ട് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവില്ല. കാരണം അള്ളാഹുവിൽ വിശ്വാസം ഇല്ലാതിരിക്കുമ്പോഴല്ലേ പേടി ഉണ്ടാവുക. അതുകൊണ്ട് ഇനി നമുക്ക് എന്ത് വേണ്ട, പേടി വേണ്ട. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അള്ളാഹു സഹായിക്കുമെന്നുള്ള വിശ്വാസത്തോടെ നമ്മൾക്ക് 100% വിശ്വാസത്തോടെ വരാൻ ധൈര്യമായിട്ട് വന്നു. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഈ ദിക്ർ പറയുമ്പോൾ 100% വിശ്വാസത്തോടെ വേറെ ഒരാളെയും നമ്മൾ ലക്ഷ്യമാക്കേണ്ട, പടച്ചോൻ മാത്രം, അള്ളാഹു മാത്രം എന്നെ രക്ഷിക്കും. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. പക്ഷേ മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ഈ ശത്രുക്കളുടെ മുഖം കണ്ടപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. എന്നിട്ട് ചോദിച്ചു മാ തുരീദൂൻ, എന്തേ നിങ്ങൾ ഇവിടെ വന്നത്? അപ്പൊ പറഞ്ഞു, നിങ്ങളെ ഹജ്ജാജ് വിളിക്കുകയാണ്, ഹജ്ജാജ് നിങ്ങളെ വിളിക്കുകയാണ്. ഇൻതളിറൂ, ഹജ്ജാജ് വിളിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴേക്കും മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലായി, എന്നെ വധിക്കാൻ കൊണ്ടുപോവുകയാണ്, ഇതിന്റെ അവസാനത്തെ ദിവസമാണ്. ചെയ്ത തെറ്റെന്താ? ഹജ്ജാജെ നിങ്ങൾ അത് ചെയ്തത് ശരിയായില്ല, ഇത് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞത് കാരണത്താൽ ലോകത്ത് കണ്ട വലിയൊരു പണ്ഡിതനെ വധിക്കാൻ പോവാൻ. ആരെ? മുസ്ലിം ഭരണാധികാരി വധിക്കാൻ പോവാൻ. ഇൻതളിറൂ, അല്പമൊന്ന് വെയിറ്റ് ചെയ്യേ, ഞാൻ വരാം. എന്നിട്ട് നേരെ ബാത്റൂമിൽ ചെല്ലുകയാണ്. ബാത്റൂമിൽ ചെന്ന് കുളിച്ചു, എന്നിട്ട് വുളൂ ചെയ്തു. എന്നിട്ട് കഫൻ പുട കൊണ്ട് ശരീരമാസകലം മറച്ചു. കഫൻ പുട കൊണ്ട് ശരീരം ഒരു വസ്ത്രമാക്കി കഫൻ പുട ഉപയോഗിച്ചു.
എന്നിട്ട് കർപ്പൂരം ശരീരത്തിലേക്ക് സുഗന്ധമായി ഉപയോഗിച്ചു. എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ക്ഫിനീ ശർറ, അല്ലാഹുവേ അയാളുടെ ശർറിൽ നിന്ന് എന്നെ കാക്കണേ അല്ലാഹ്. ശത്രുക്കളായ ഹജ്ജാജിന്റെ പട്ടാളക്കാര് കയ്യും പിടിച്ച് കൈകളിൽ ആമം വെച്ച് നേരെ കൊണ്ടുപോവുകയാണ് ഹജ്ജാജിന്റെ കൊട്ടാരത്തിലേക്ക് കയറിയ ഉടനെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിനോട് പറഞ്ഞ സലാം മഹാനായ സഈദ് തങ്ങൾ ഹജ്ജാജ് ഇബ്നു യൂസുഫിനോട് പറയുകയാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ ഫിർഔനിന്റെ കൊട്ടാരക്കാരോട് ഒരു സലാം പറഞ്ഞിരുന്നു, അസ്സലാമു അലാ മൻ ഇത്തബഅൽ ഹുദാ, സന്മാർഗം സിദ്ധിച്ചവരിവരിലുണ്ടെങ്കിൽ അവർക്ക് സമാധാനമുണ്ടാവട്ടെ എന്നുള്ള സലാം. ആ സലാം പറഞ്ഞുകൊണ്ട് ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന കിങ്കരനായ ധിക്കാരിയുടെ കൊട്ടാരത്തിലേക്ക് കയറുകയാണ്. എന്നിട്ട് ഹജ്ജാജ് ചോദിച്ചു, മസ്മുഖ, നിങ്ങളുടെ പേരെന്താണ്? അപ്പൊ പറഞ്ഞു, എന്റെ പേര് സഈദ് ഇബ്നു ജുബൈർ. സഈദ് എന്ന് പറഞ്ഞാൽ വിജയി എന്നാണ് അർത്ഥം. ജുബൈർ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവൻ എന്നാണ് അർത്ഥം. ഹജ്ജാജ് പറഞ്ഞു, നിങ്ങളുടെ പേര് സഈദ് ഇബ്നു ജുബൈർ എന്നല്ല, ശഖീ ഇബ്നു ഖുസൈർ. സഈദിന്റെ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ ശഖീ. വിജയി അല്ല, നിങ്ങൾ പരാജിതനാണ്. ജുബൈർ, ഉപ്പയുടെ പേര് ജുബൈർ. ജുബൈർ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവൻ, അതല്ല ഖുസൈർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവൻ. അപ്പോഴാണ് മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, എന്റെ പേര് നിങ്ങൾക്കല്ല എന്റെ ഉമ്മയ്ക്കാണ് കൂടുതൽ അറിയുക. എന്റെ പേരിനെ കുറിച്ച് നിങ്ങൾക്കല്ല അറിയുക. ഞാൻ പറയുന്നത് ഒരു ആലിമിന്റെ ദൗത്യമെന്ത്, ഒരു പണ്ഡിതന്റെ ദൗത്യമെന്ത്. സത്യമായി ഏതൊരാളുടെ മുമ്പിലും പേടിക്കാതെ വിറക്കാതെ ധൈര്യസമേതം പറയേണ്ടവരാണ് ആലിമീങ്ങൾ. കവാത്ത് മറക്കുമ്പോഴാണ് ലോകത്തിന്റെ നാശം സംഭവിക്കുന്നതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ലോകത്തൊരു കാലം വരാനുണ്ട്. ഉലമാഉഹും ശർറു മൻ തഹ്ത അദീമിസ് സമാ, ആകാശങ്ങൾക്ക് താഴെ ജീവിക്കുന്നവരിൽ ഏറ്റവും വൃത്തികെട്ടവര് ആലിമീങ്ങളായി മാറുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അല്ലാഹു നമ്മളെയൊക്കെ കാക്കുമാറാവട്ടെ, അല്ലാഹു നമ്മുടെ ആലിമീങ്ങളെ കാക്കുമാറാവട്ടെ. എങ്ങനെയാണ് ആകാശത്തിന്റെ ചുവട്ടിലുള്ള ഏറ്റവും മോശക്കാരായി മാറുന്നത്? അധികാരികൾ തെറ്റ് ചെയ്താൽ ശബ്ദിക്കില്ല, മുതലാളിമാര് തെറ്റ് ചെയ്താൽ ശബ്ദിക്കില്ല. അല്ലെങ്കിൽ അധികാരികളുടെ സമ്പത്തിന് വേണ്ടിയിട്ടോ സ്ഥാനമാനത്തിന് വേണ്ടിയിട്ടോ പദവിക്ക് വേണ്ടിയിട്ടോ അവർ ചെയ്ത തെറ്റുകള് കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഒരു സ്വഭാവം ആലിമീങ്ങൾക്കുണ്ടാവാൻ പാടില്ല. നമ്മൾ പഠിക്കേണ്ടത് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ കഥകളാണ്. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ പേര് നിങ്ങളെക്കാളും എന്റെ ഉമ്മയ്ക്കാണ് അറിയുന്നത്. അപ്പൊ പറഞ്ഞു, നീയും നിന്റെ ഉമ്മയും പരാജയപ്പെട്ടു പോയിരിക്കുകയാണ്, നീയും നിന്റെ ഉമ്മയും നശിക്കട്ടെ.